സാമൂഹ്യ വിരുദ്ധരാണ് ജനവാസ മേഖലയിൽ മാലിന്യം തള്ളാൻ ശ്രമിച്ചത്. പ്രതികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും ഉദയനഗറിലെത്തി സ്ഥലം സന്ദർശിച്ച മേയർ MK വർഗീസ് പറഞ്ഞു. എന്തായാലും ഇതൊരു ക്രിമിനൽ കുറ്റമാണ്. ഒരു വിട്ടുവീഴ്ചയിൽ വേണ്ടി വന്നാൽ 2 ലക്ഷം രൂപ വരെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഈടാക്കാനുള്ള ആധികമായി ഇന്നത്തെ പുതിയ ഉത്തരവിൻ്റെ വെളിച്ചത്തിൽ ആ ആക്ട് പ്രകാരം തന്നെ നടപടി സ്വീകരിക്കും. സ്വീകരിക്കുക മാത്രമല്ല മറ്റു ജനങ്ങൾക്ക് ഇതൊരു മാതൃകയായി കാണണം. ഇനി ഈ വക പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും ഇതുപോലെ കാനകളിൽ തട്ടാത്ത വിധത്തിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടാകും. ഇതുപോലെയുള്ള നീച പ്രവർത്തികൾ ചെയ്യുന്നവരെ തിരിച്ചറിയണം, അവനെ നടപടി ഉണ്ടാകണം, ഞങ്ങൾ കൂടെ ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. മേയർക്കൊപ്പം ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. ഗുരുതരമായ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയ വാഹന ഉടമയ്ക്കെതിരെ ഭീമമായ പിഴ ഈടാക്കാനാണ് കോർപ്പറേഷൻ അധികൃതരുടെ തീരുമാനം. രാത്രി സ്ഥലത്തെത്തിയ ലോറിയിൽ നിന്നും മാലിന്യം തള്ളാൻ ശ്രമിക്കുന്നതിനിടെ തോടിന്റെ വശം ഇടിഞ്ഞതോടെയാണ് വാഹനം തോട്ടിലേക്ക് മറിഞ്ഞത്. തകർന്ന തോട് നവീകരിക്കാനുള്ള നഷ്ടപരിഹാരവും മാലിന്യം തള്ളൽ പതിവായ പ്രദേശത്ത് സംഭവം ആവർത്തിക്കാതിരിക്കാൻ മേയർ ഉറപ്പ് തരണമെന്ന് ഡിവിഷൻ കൗൺസിലർ ആതിര പറഞ്ഞു. തൃശൂർ കുട്ടൻകുളങ്ങര സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് മാലിന്യം കയറ്റിയെത്തിയ വാഹനമെന്നാണ് വിവരങ്ങൾ.